ചുട്ടുപൊള്ളുന്ന വേനലിൽ കോടമഞ്ഞ് കാണാനും കുളിരാസ്വദിക്കാനും ഈ മധ്യവേനൽ അവധിക്കാലത്തും മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി. ബോട്ടിംഗ് സെന്ററുകളിലും ഉദ്യാനങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇരവികുളം ദേശീയോദ്യാനം, ലക്കം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലായിരുന്നു സഞ്ചാരികളുടെ തിരക്ക് കൂടുതലായി അനുഭവപ്പെട്ട രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ. മെയ് മാസത്തിൽ മാത്രം ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വെള്ളച്ചാട്ടത്തിലുമായി 1.5 ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിയതായാണ് കണക്ക്. ഇതിലൂടെ 3.5 കോടിയോളം രൂപ വരുമാനമായി ലഭിച്ചു. ഏപ്രിൽ മാസം 1-ാം തീയതി വീണ്ടും കാവിംഗ് സീസണിന് ശേഷം തുറന്നിട്ടുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ നമ്മൾ ജനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുവഴി ക്യൂ നിൽക്കാതെ തന്നെ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് സഫാരി ബസ്സിൽ കയറാനുള്ളൊരു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പുതിയതായിട്ടൊരു വിർച്വൽ റിയാലിറ്റി പാർക്കും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 100% ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഈ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വാട്ടർഫാൾസിലുമായിട്ട് സന്ദർശനം നടത്തി കഴിഞ്ഞു. അതുമൂലം ഒരു 3.5 കോടിയുടെ ഏകദേശം 3.5 കോടിയുടെ ഒരു വരുമാനം നമുക്ക് സർക്കാരിൻ്റെ വനംവകുപ്പിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും ഇരവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികൾക്കായി കൂടുതൽ പുതുമയും സൗകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിനെ പൂർണ്ണതോതിൽ വെർച്വൽ റിയാലിറ്റിയിൽ കണ്ട് ആസ്വദിക്കാൻ സംവിധാനം ഒരുക്കി. മുമ്പ് വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത്തരം രീതികൾ പാടെ മാറി സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് ഇന്ന് സൗകര്യമുണ്ട്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും ഈ അവധിക്കാലത്ത് തയ്യാറാക്കിയിരുന്നു. മധ്യവേനൽ അവധി അവസാനിച്ചാലും ഉദ്യാനത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് തുടരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, അടിമാലി.